നമസ്കാരം. ഊണിനും ഇഡ്ഡലിക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു സാമ്പാറാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ദ വീഡിയോ. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ തോരപ്പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചധികം വെള്ളത്തിലാണ് പരിപ്പ് വേവിക്കാൻ ഇടുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. സാമ്പാറിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ്: മത്തങ്ങ ഒരു ചെറിയ കഷ്ണം, പയർ, വഴുതനങ്ങ ഒരെണ്ണം, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു മുരിങ്ങക്കായ, വെണ്ടയ്ക്ക. ഇത്രയും വെജിറ്റബിൾസാണ് ഞാൻ സാമ്പാറിലേക്ക് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ അടുത്ത് ഇന്ന് ഇത്രയും പച്ചക്കറികളാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ ഇത്രയും എടുത്തിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത്. അടുത്തതായി സാമ്പാറിലേക്ക് ആവശ്യമായ തേങ്ങ, വറ്റൽമുളക്, കറിവേപ്പില, കായം എന്നിവ നന്നായി ഒരു ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കാം. അത് പകുതി വറുത്തതിന് ശേഷം മല്ലിയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഇനി ഇത് വറുത്തെടുക്കാം. ഞാൻ ഈ തേങ്ങ, ഈ ചേരുവകളെല്ലാം എയർ ഫ്രയറിലാണ് വറുത്തെടുക്കുന്നത്. ഇതിലാവുമ്പോൾ എണ്ണയില്ലാതെ നമുക്ക് നമ്മുടെ പാകത്തിന് വറുത്തെടുക്കാൻ സാധിക്കും. ഇനി പരിപ്പ് 4 വിസിലിൽ വേവിച്ചെടുത്തതാണ്. അതിൻ്റെ ഫുൾ വിസിൽ കഴിഞ്ഞിട്ടാണ് കുക്കർ തുറക്കാൻ പാടുള്ളൂ. അതിന് ശേഷം ആ പരിപ്പിലേക്ക് നമുക്ക് കഴുകി വെച്ച മത്തങ്ങ കഷ്ണം ഇട്ട് കൊടുക്കാം. അടുത്ത് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ, പയർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുരിങ്ങക്കായ, വഴുതനങ്ങ കഷ്ണങ്ങൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി പരിപ്പ് വേവിക്കുമ്പോൾ നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സാമ്പാർ കഷ്ണങ്ങൾക്ക് കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 2 കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. എയർ ഫ്രയറിൽ വറുക്കാൻ വെച്ചിരിക്കുന്ന തേങ്ങയൊന്ന് ഇളക്കി കൊടുത്തു. അടുത്തതായിട്ട് വെണ്ടയ്ക്ക വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ചുവക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുളി പിഴിഞ്ഞ് അരിച്ചെടുത്തത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് കുറച്ചായിട്ട് ഉപ്പ് ആഡ് ചെയ്തിരിക്കുന്നത്. പരിപ്പിൽ കുറച്ച് ഉപ്പ് 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ വെജിറ്റബിൾസിൽ ഇപ്പോൾ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയത് കൂടെ ആഡ് ചെയ്യാം. ഇനി അരച്ച് വെച്ച തേങ്ങ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സാമ്പാറിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില വളരെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ സാമ്പാറിലേക്ക് ബെസ്റ്റാണ്. അടുത്തതായി കടുക് വറുക്കലാണ്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി നൈസായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ചുവന്നുള്ളി ഒരെണ്ണം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ലേശം കറിവേപ്പില. ഇനി 1/2 ടീസ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സാമ്പാർ കടുക് വറുക്കൽ കഴിഞ്ഞു. ഇത് അങ്ങനെ തന്നെ ഇളക്കാതെ ഒരു 5 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം, ആ ഫ്ലേവർ ഒന്ന് ഇറങ്ങുന്നത് വരെ. ഈ സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.